ദൂരെ നിന്ന് ട്രെയിനിൻ്റെ ചൂളം വിളി ഉയർന്നു കേൾക്കുന്നുണ്ട്. തൻ്റെ കണ്ണുകൾ കാണാൻ നല്ല രസമുണ്ട്. ട്രെയിൻ സീറ്റിൽ എതിർവശത്തിരുന്ന അയാൾ എന്നോട് പറഞ്ഞു. വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് മടക്കി വെച്ച് തല ഉയർത്തി നോക്കി. പറയുവാൻ പ്രത്യേകതകളൊന്നുമില്ലാത്തൊരുവൻ പാറിപ്പറക്കുന്ന ചെമ്പൻ മുടിയാണ് ആദ്യം കണ്ണിലുടക്കിയത്. ഒന്നും മിണ്ടിയില്ല. അയാളെ നോക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ അമ്മയുടെ കണ്ണുകൾ, ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ണുകൾ എൻ്റെ അമ്മയുടേതാണ്. തൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് അമ്മയെ ഓർമ്മ വന്നു. അയാൾ വീണ്ടും തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. കേട്ടപ്പോൾ കൗതുകം തോന്നി. ഒരു പുഞ്ചിരി മാത്രം മറുപടിയായി കൊടുത്തു. വീണ്ടും പുസ്തകത്തിലേക്ക് മെഴുകൂറ്റി. അയാൾ ഫോണിലേക്കും. ലോകമാന്യ തിലകിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള നേത്രാവതി എക്സ്പ്രസ്സിലായിരുന്നു താന്. മുംബൈയിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് വരികയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഷൊർണൂർ ജംഗ്ഷനിൽ വന്ന് നിൽക്കുമെന്ന് അറിയിപ്പ് ഫോണിൽ ഓൺലൈൻ ട്രെയിൻ അപ്ഡേറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ പതിയെ എഴുന്നേറ്റു. കയ്യിലൊരു വലിയ ബാഗ് മാത്രമേ ഉണ്ടായുള്ളൂ. പോകുമ്പോൾ അതുപോലും കൊണ്ടുപോയിട്ടില്ല എന്ന് ഓർത്തവൾ ഇറങ്ങാനായി എഴുന്നേറ്റപ്പോൾ തനിക്ക് മുൻപിലിരുന്ന അയാളും എഴുന്നേൽക്കുന്നത് കണ്ടു. ശ്രദ്ധിക്കാൻ പോയില്ല. ധരിച്ചിരുന്ന കോട്ടൺ കുർത്തൊന്ന് നേരെയാക്കി വാതിലിൻ്റെ അരികിലേക്ക് നടന്നു. സ്റ്റേഷനിൽ നിറയെ ആളുകളാണ്. ചിലർ തീവണ്ടിയിലേക്ക് കയറാനുള്ള തിരക്കിൽ, മറ്റു ചിലർ പുറത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കിൽ. എല്ലാവർക്കും പല തിരക്കുകളല്ലേ. ജീവിതം തന്നെ വല്ലാത്ത തിരക്ക് നിറഞ്ഞതല്ലേ എന്നവൾ ഓർത്തു. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെയും കണ്ടില്ല. മുഖത്തെ കണ്ണട ഒന്നുകൂടെ നേരെ വെച്ചവൾ ജീൻസ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. പവിയേട്ടാ, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. എനിക്ക് വരാൻ പറ്റിയില്ല പാറു, പേടിക്കേണ്ട, അപ്പു വരും നിന്നെ പിക്ക് ചെയ്യാൻ. പറഞ്ഞു തീരും മുൻപേ കോള് കട്ട് ചെയ്തു. എപ്പോഴും തിരക്കാണ്, വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ്. അവളുടെ കണ്ണുകൾ വാശി പിടിച്ചിട്ടും അറിയാതെ നിറഞ്ഞു വന്നു. മുൻപിലൊരു കാറ് വന്നു നിന്നു. പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അപ്പു ഇറങ്ങി വന്നു. തന്നെ കണ്ടതും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. തിരിച്ചും ഒന്നും മിണ്ടിയില്ല. കയ്യിലെ ബാഗ് വാങ്ങിച്ച് ടിക്കിയിൽ വെച്ചു. കയറു പാറു, തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. ഡോറ് തുറന്ന് അകത്തിരുന്നു. വണ്ടി മെല്ലെ നീങ്ങി തുടങ്ങിയിരുന്നു. ഗ്ലാസ് മെല്ലെ താഴ്ത്തി പുറത്തേക്ക് നോക്കിയിരുന്നു. ട്രെയിനിൽ വെച്ച് കണ്ട അയാൾ അതാ ഒരു വലിയ ട്രാവൽ ബാഗും കൊണ്ട് ബസ് കാത്തു നിൽക്കുന്നു. കണ്ടപ്പോൾ കൗതുകം തോന്നി. അയാളുടെ അമ്മയുടെ കണ്ണുകളാണത്രേ തനിക്ക്. അവൾ ഉള്ളിലൊന്ന് ചിരിച്ചു. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു പാറു? അവളുടെ ചിന്തകളെ മുറിപ്പെടുത്തിയത് അപ്പുവാണ്. കുഴപ്പമില്ലായിരുന്നു അപ്പുവേട്ടാ. വീണ്ടും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മാധവെന്തേ വരാതിരുന്നത്? അപ്പു മുൻപിലേക്ക് കണ്ണാടിയിലൂടെ അവളെ നോക്കി. തിരക്കാണ് അപ്പുവേട്ടാ. ശബ്ദം വല്ലാതെ നേർത്തിരുന്നു. കണ്ണുകൾ വീണ്ടും പുറത്തേക്ക് പരതി. അത് നിറഞ്ഞു വരുന്നത് മറക്കാൻ പതിയെ കണ്ണുകൾ അടച്ചു. ഇനി എന്നാണ് തിരിച്ചു പാറു? തന്നിൽ നിന്ന് ചോദ്യങ്ങളൊന്നുമില്ല എന്ന് കണ്ടതുകൊണ്ടാവാം വീണ്ടും ചോദിച്ചു. പോകണം. കണ്ണു തുറക്കാതെ അത്രമാത്രം പറഞ്ഞു. പിന്നെ ഒന്നും ചോദിച്ചില്ല അപ്പുവേട്ടൻ. ചേട്ടത്തിയും കുട്ടികളും? പെട്ടെന്ന് ഓർത്ത പോലെ അപ്പുവേട്ടനെ നോക്കി. വീട്ടിലുണ്ട്. മൂത്തയാളിപ്പോൾ 4ാം ക്ലാസ്സിലാണ്, ഇളയത് 1ലും. അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത പതർച്ച പോലെ തോന്നി പാറുവിന്. പിന്നീടൊന്നും ചോദിച്ചില്ല. കണ്ണുകളടച്ച് അങ്ങനെ സീറ്റിൽ ചാരിയിരുന്നു. ഇടയ്ക്ക് ഫോൺ അടിക്കുന്നത് അറിഞ്ഞിരുന്നു, പക്ഷേ എടുത്തില്ല. മാധവാവുമെന്ന് ഊഹിച്ചിരുന്നു. എന്തോ എടുക്കാൻ തോന്നിയില്ല. വണ്ടി വീടിൻ്റെ വളവ് തിരിഞ്ഞപ്പോൾ പതിയെ കണ്ണുകൾ തുറന്നു. അമ്മയുടെ അടുത്തേക്ക് എത്തിയ കുഞ്ഞിനെ പോലെ കണ്ണുകൾ തിരുമ്മി ചുറ്റും നോക്കി. കാഴ്ച മങ്ങിയതുപോലെ കണ്ണട എടുത്ത് വെച്ചപ്പോൾ ആദ്യം കണ്ണിലുടക്കിയത് തെക്കേലെ മാവാണ്. കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. വാ, ഇറങ്ങ്. തൻ്റെ പുഞ്ചിരിയോടെയുള്ള മുഖം കണ്ടപ്പോൾ അപ്പുവേട്ടൻ വിളിച്ചു. ഡോറ് തുറന്നിറങ്ങിയപ്പോൾ തന്നെ ഡിക്കിയിൽ നിന്ന് ബാഗ് എടുത്തു തന്നു. ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു വേദയും അമ്മയും കുട്ടികളും. വേദ കണ്ടപ്പോഴേക്കും ഓടി വന്നു മുറ്റത്തേക്ക്. എത്ര നാളായടി കണ്ടിട്ട്? അവൾ കരയുകയാണ്. എത്രയൊക്കെ പിടിച്ചു നിർത്തിയിട്ടും കണ്ണുകൾ നിറഞ്ഞു വന്നു. നീയാകെ മാറിപ്പോയല്ലോ ചിന്നു. സാരിയൊക്കെ ഉടുക്കാനുള്ളതുണ്ടോടി നീയ്? അവളുടെ കവളിൽ പതിയെ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ഉമ്മറത്തേക്ക് കയറുമ്പോൾ അമ്മ പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നുണ്ട്. തിരിച്ചും ചെറുപുഞ്ചിരി സമ്മാനിച്ചു. ആ മനസ്സിലുള്ളതെന്താണെന്ന് എനിക്ക് ഊഹിക്കാമായിരുന്നു. അടുത്തേക്ക് ചെല്ലാൻ തോന്നിയില്ല. ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ച സമയം അതുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അതുണ്ടാവുകയുമില്ല. അവളൊന്ന് നിശ്വസിച്ചു. വാടാ, മേമയുടെ അടുത്തേക്ക് വന്നേ. ചിന്നു പറയുന്നത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു. രണ്ടുപേരും അടുത്തേക്ക് വന്നു. വലിയ ആളെ അറിയാം. അവൻ 1.5 വയസ്സുള്ളപ്പോഴാണ് മാധവുമായുള്ള കല്യാണം. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല.
ഫോണിലൂടെയുള്ള സംസാരം മാത്രമാണ്. ചെറുതിൻ്റെ പേരെന്താടി? ചെറുതിനെ എടുത്തുയർത്തിക്കൊണ്ട് ചോദിച്ചു. നിവിൻ എന്നാണ്. വീട്ടിൽ കുട്ടൂന്ന് വിളിക്കും. ഏട്ടനിട്ട പേരാണ്. വേദ അവളുടെ ബാഗെടുത്ത് ഉള്ളിലേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കി. മേമനെ അറിയുപോടാ നീ? അമർത്തി ആ കുഞ്ഞു കവളിൽ ഉമ്മ വെച്ചു വേദയ്ക്ക് പിന്നാലെ നടന്നു. അച്ഛൻ്റെ മുറിയിലെത്തിയപ്പോൾ കുഞ്ഞിനെ താഴെ ഇറക്കി ഉള്ളിലേക്ക് കയറി. ആകെ ശ്വാസം മുട്ടുന്നൊരു കുഞ്ഞു മുറി. കട്ടിൽ തന്നെ കിടപ്പാണ് അച്ഛൻ. നോക്കുമ്പോൾ നല്ല മയക്കത്തിലാണ്. പതിയെ ചുളിവ് വീണ കൈകളിൽ തൊട്ടു. അച്ഛേ, തളർന്ന ശബ്ദത്തിൽ പതിയെ വിളിച്ചു. ആ കൺപോളുകൾ അലസമായി തുറക്കുന്നതറിഞ്ഞു. ചുറ്റും പരതുമ്പോൾ തന്നെ കണ്ടതും ഈറനണിയുന്നതും. അച്ഛൻ തളർന്ന് കിടപ്പായിട്ടിപ്പോൾ 1 വർഷമാകുന്നു. അതിനുശേഷം തന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോൾ പാവം സങ്കടം വന്നിട്ടുണ്ടാവും. കണ്ണു നിറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പതിയെ കുനിഞ്ഞ് ആ നെറ്റിയിൽ സ്നേഹത്തോടെ അമർത്തി ഉമ്മ വെച്ചു. മുറിയുടെ വാതിൽക്കലേക്ക് നോക്കുന്നുണ്ട്. മാധവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ്. വന്നിട്ടില്ല അച്ഛേ, തിരക്കാണ് ആൾക്ക്. ആ നരച്ച മുടിയിടകളിൽ പതിയെ തലോടി. മൂത്രത്തിന് ട്യൂബിട്ടിരിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. മാത്രവുമല്ല സംസാരിക്കാനും ഇപ്പോഴാവില്ല. പണ്ടെങ്ങനെ ഇരുന്നതാണ്. അച്ഛനെ ഭയങ്കര പേടിയാണ്. ദേഷ്യമെന്ന കണ്ടു കാണില്ല അച്ഛന്. എന്നിരുന്നാലും മക്കളിൽ പവികേട്ടനേക്കാളും എന്നെയായിരുന്നു ഇഷ്ടമെന്ന് ഓർത്തവൾ. വന്നല്ലേ ഉള്ളു പാറു, കുറച്ചു നേരം കിടക്ക് നീയ്. നല്ല ക്ഷീണമില്ലേ നിനക്ക്? വേദവാതിൽക്കൽ നിന്ന് പറഞ്ഞപ്പോൾ പതിയെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അമ്മ അടുക്കളയിലുണ്ട്. എന്തോ അങ്ങോട്ട് പോയില്ല. പോവാൻ തോന്നിയില്ല എന്നതാണ് സത്യം. അവരുമായി എന്നെ മനസ്സുകൊണ്ട് അകന്നതാണ്. കുഞ്ഞിലെ അമ്മ മരിച്ചതിൻ്റെ 6-ാം മാസം നിങ്ങളുടെ പുതിയ അമ്മയായി എന്ന് പറഞ്ഞു തന്നെയും പവിയേട്ടനെയും പരിചയപ്പെടുത്തിയപ്പോൾ മുതൽ അന്യയായതാണ്. പെറ്റമ്മയല്ല, വെറും പോറ്റമ്മയാണെന്ന് പല സന്ദർഭങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. ആകെ ചെയ്ത നല്ല കാര്യം അച്ഛന് വയ്യാതെ കിടന്നിട്ടും അവർ അച്ഛനെ ഇട്ടിട്ട് പോയിട്ടില്ല എന്നതാണ്. ഇപ്പോൾ ആർക്കോ വേണ്ടി അവൾ പോകുന്ന വഴിയെ വെറുതെ ഒന്ന് നിശ്വസിച്ചു. മുറി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. വേദയാവും. അവൾക്കാണ് താൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് വലിയ സന്തോഷം. അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ള കുട്ടിയായിരുന്നു വേദ. കുഞ്ഞിലെ മുതൽ തൻ്റെ കൂടെ കളിച്ചു വളർന്നവർ. അപ്പുവേട്ടനും അവളും തമ്മിലുള്ള ഇഷ്ടം പോലും അടുത്തറിഞ്ഞത് തനിക്ക് മാത്രമാണ്. അവളെ ഏറ്റവും അടുത്തറിയുന്നത് തനിക്കാണ്. ദേഹം കഴുകി ഫ്രഷായി വന്നു. ഫോൺ നോക്കി 5 മിസ് കോൾ ഉണ്ട്. പതിയെ ഫോൺ എടുത്ത് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ മാധവ് ഫോൺ എടുത്തു. ഹലോ, നേർത്ത ശബ്ദത്തോടെ വിളിച്ചു അവൾ. നീ എന്ത് ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞത്? അപ്പുറത്ത് ഗൗരവത്തോടെയുള്ള ചോദ്യം കേൾക്കെ പറയാൻ വിചാരിക്കുന്നത് എല്ലാം മറന്നുപോയതുപോലെ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. മനസ്സിലുള്ളത് ആരോടും പറയാനുള്ള ധൈര്യം ഇതുവരെ കാണിച്ചിട്ടില്ല. ജീവിതത്തിൽ ചെയ്തതും ചെയ്യുന്നതുമായ ഏറ്റവും വലിയ തെറ്റും അതുതന്നെയാണ്. കണ്ടില്ല, ഒറ്റ വാക്കിൽ ആ കളവ് പറഞ്ഞു. അപ്പുറത്ത് നിശബ്ദത നിറഞ്ഞു. ദേഷ്യമാണ്, ഊഹിക്കാമത്. ദേഷ്യം വന്ന മാധവ് മിണ്ടാതിരിക്കും. കഴിച്ചോ നീയ്? ആ ശബ്ദത്തിൽ നേർത്തളിവ് പോലെ. അതും ഒരു കവിളിൽ ഒതുക്കി. അല്ലെങ്കിലും ഇന്നാണ് മാധവിനോട് സത്യം പറഞ്ഞിട്ടുള്ളത്. നിനക്കവിടെ ഓക്കെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞാണ് ആദ്യത്തെ കളവ് തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് കളവുകൾ മാത്രമാണ് അയാളോട് പറയാൻ തോന്നിയിട്ടുള്ളൂ. ഒരു മുറിയിൽ 2 ധ്രുവങ്ങളിൽ എന്ന പോലെ കഴിഞ്ഞിരുന്ന 2 പേര് ഇനിയും അവിടെ നിന്ന് ഭ്രാന്തായി പോകുമെന്ന് തോന്നിയപ്പോഴാണ് ആ കണ്ണുകളിലേക്ക് നോക്കി ആദ്യമായി ഒരു കാര്യം ആവശ്യപ്പെട്ടത്. എനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന്. വേണ്ട എന്ന് തടഞ്ഞില്ല, കാരണം അന്വേഷിച്ചുമില്ല. പക്ഷേ അത് തോന്നാൻ 3 വർഷം വേണ്ടി വന്നു തനിക്ക്. അവൾ വീണ്ടും നിശ്വസിച്ചു. താൻ ഓക്കെയല്ലേ? മാധവിൻ്റെ ഫോണിലൂടെയുള്ള വാക്കുകളാണ് ചിന്തകളിൽ നിന്നുണർത്തിയത്. അതെ, ഞാൻ ഓക്കെയാണ്. കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഞാൻ ഓക്കെയല്ല. മിസ് യു. ആ ശബ്ദമിടറി. കണ്ണുകൾ നിറഞ്ഞു വരുന്നതറിഞ്ഞപ്പോൾ തന്നെ താൻ ഫോൺ കട്ട് ചെയ്തു. എനിക്കൊന്നും അറിയണ്ട. അയാൾ ഓക്കെ അല്ലാത്തതിന് ഞാനെന്തു വേണം? പിണക്കത്തോടെ ചുണ്ടുകൂട്ടി. അപ്പോഴേക്കും വേദമുറിയിലേക്ക് വന്നു. കയ്യിലെന്തോ പലഹാരമുണ്ട്. ഇന്ന ഇത് കഴിക്ക്. വടക്കേലെ ചിറ്റ ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. വേദയുടെ വിടർന്ന കണ്ണുകൾ ഒരത്ഭുതമാണ്. അവളുടെ ഐശ്വര്യം തുളുമ്പുന്ന മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്താടി, നിന്ന് സ്വപ്നം കാണുവാണോ? വിരൽ ഞൊടിച്ച് ചോദിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത്. എടി, എനിക്കൊന്ന് കുളിക്കണം. അവളുടെ നീണ്ടുമെലിഞ്ഞ വിരലുകളിൽ പതിയെ തൊട്ടു. അതിനെന്താ, കുളിക്കാലോ. പിന്നെ അമൃത ബാത്റൂമിൽ പൊയ്ക്കോ.
കണ്ണുകൾ മുറിയുടെ നാലുപാടും പരതി തൻ്റെ പുസ്തകങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നു. യേശുദാസിൻ്റെ ചിത്രം ചേച്ചിയുടെയും പാട്ട് കാസറ്റ് സൂക്ഷിക്കാനായി ഒരു സെൽഫുണ്ടായിരുന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ എന്നിട്ട് ടേപ്പ് റെക്കോർഡിൽ അത് വയ്ക്കും. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അത് കേട്ടങ്ങനെ കിടക്കും. തൻ്റെ ദുഷിച്ച ശീലങ്ങളിൽ പവിയേട്ടനെന്നും എടുത്തു പറയാനുണ്ടായിരുന്നത് അതായിരുന്നു എന്നോർത്തവൾ. എനിക്ക് നമ്മുടെ കുളത്തിൽ കുളിച്ചാൽ മതി. കാസറ്റുകൾ വെച്ച സെൽഫിൽ നിന്ന് തിരഞ്ഞൊന്നെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു. അവിടെയൊന്നും ആരും കുളിക്കാറില്ലപ്പോൾ. മുഴുവൻ പായലും ക്ലാവും പിടിച്ചു കിടക്കുക പാറു, ശാസനയോടെ പറഞ്ഞു വേദ. ആ കൊല്ലൻ ചെക്കനെ കിട്ടില്ലേ അതൊന്ന് വൃത്തിയാക്കാൻ? ക്യാഷ് ഞാൻ കൊടുത്തോളാം. പറയുമ്പോൾ കയ്യിൽ പണമുള്ളതിൻ്റെ ചെറിയ തലയെടുപ്പുണ്ടെന്ന് വേദയ്ക്ക് തോന്നി. അല്ലെങ്കിലും ഇന്ത്യയൊട്ടാകെ അറിയുന്ന ബിസിനസ്മാൻ്റെ മാധവ് സത്യനാഥിൻ്റെ ഭാര്യ പാർവതി സത്യനാഥിന് ക്യാഷിനെവിടെയാണ് പഞ്ഞം? പാർവതി ഒന്ന് നിശ്വസിച്ചു. ഞാൻ പവിയേട്ടനോട് പറയാം. വേദമുറിക്ക് പുറത്തേക്കിറങ്ങി. വേദയ്ക്കൊപ്പം പാർവതിയും പുറത്തേക്കിറങ്ങി. ഉമ്മറത്തെത്തിയപ്പോൾ നേർത്ത ചാറ്റിൽ മഴ പുറത്ത് പൊഴിയുന്നുണ്ട്. പാർവതിയുടെ കണ്ണുകൾ വിളർന്നു. അവൾ പതിയെ മുറ്റത്തേക്കിറങ്ങി. കുട്ടു ഡോക്ടർ സെറ്റ് വെച്ച് ഉമ്മറത്ത് കളിക്കുവാണ്. മഴത്തേക്കിറങ്ങി ചെല്ലുന്ന പാറുവിനെ കണ്ടതും അവൻ പടികളിറങ്ങി അവളെ വിളിച്ചു. മഴ കൊണ്ട പനിച്ചും. കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കെ അവൾ കൗതുകത്തോടെ തിരിഞ്ഞു നോക്കി. മേമയ്ക്ക് പനിക്കില്ല കുഞ്ഞാ. അവളിൽ ചിരി വിരിഞ്ഞു. കുഞ്ഞൊന്നും മിണ്ടാകാതെ അകത്തേക്ക് ഓടിപ്പോയി. അവൾ തൊടിയിലേക്കും നടന്നു. പവിയേട്ടൻ വരണമെന്ന് ഞാൻ പറയും ചിന്നു. നിനക്കങ്ങോരോട് മുടിഞ്ഞ പ്രേമമാണെന്ന്. എന്നിട്ട് നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ചെക്കനോട് എൻ്റെ ഇഷ്ടം പറയാൻ. ഞാവൽ തൊടിയിലെ കമ്പിലിരുന്ന് വേദയോട് സ്വകാര്യം പറഞ്ഞിരുന്ന 19കാരിയെ ആ ചാറ്റൽ മഴയിലും അവൾക്ക് ഓർമ്മ വന്നു. അപ്പുവേട്ടൻ കേൾക്കേണ്ട പാറു, ഇതൊക്കെ നടക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? പെണ്ണിന് കുറേ എടുത്താൽ പൊന്താത്ത സ്വപ്നങ്ങളാണ്. വേദയുടെ പരിഹാസം കേൾക്കെ ചുണ്ടുകൂട്ടി. അല്ലേലും നീ ഇത് പറയണം. ആ ഗീതു പവിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് പറഞ്ഞതല്ലേ ഞാൻ അങ്ങേരോട് പോയി നിൻ്റെ ഇഷ്ടം പറയാൻ. എന്നിട്ട് നീ കേട്ടോ? നീയ് ഇപ്പം ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്ക്. എടുത്താ പൊന്താത്ത സ്വപ്നങ്ങളാണെന്ന്. ധാവണി തുമ്പിടുപ്പിൽ അവൾ ആ കൊമ്പിൽ നിന്നിറങ്ങി പുഞ്ചിരിക്കുന്ന വേദയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിനക്കൊരിക്കലും സങ്കടം തോന്നിയിട്ടില്ലേ ചിന്നു? പവിയേട്ടൻ്റെ അവഗണന കാണുമ്പോൾ ഒരിക്കൽ പോലും ഏട്ടനോട് ദേഷ്യം തോന്നിയിട്ടില്ലേ? പാറുവിൻ്റെ ഗദ്ഗതം. അതിന് ഞാൻ പ്രേമിക്കുന്നുണ്ടെന്ന് അങ്ങേർക്കറിയില്ലല്ലോ പാറുവേ. ഇങ്ങനെ മൗനമായി പ്രണയിക്കാനാടി എനിക്കിഷ്ടം, നിന്നെ പോലെ തന്നെ. വേദ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു. ഈ അസത്ത് എന്നെ വേദനിപ്പിക്കും. പാറു വേദന കൊണ്ട് പിറുപിറുത്തു. പാറു ഇങ്ങ് വന്നേ, നീയ് മഴ കൊള്ളല്ലേ. ഉമ്മറത്തുനിന്ന് വേദ വിളിച്ചു പറയുന്നത് കേൾക്കെ ഓർമ്മയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. കൺമുന്നിൽ ആ മരക്കൊമ്പ് ചാഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് നെടുവീർപ്പെട്ടു. എന്ത് രസമായിരുന്നു ആ ബാല്യം, കൗമാരം. പക്ഷേ എന്തേ യൗവനത്തിന് ആ ഭംഗി കിട്ടാഞ്ഞു? സ്വയം പിറുപിറുത്തു. വേദയുടെ ശബ്ദം വീണ്ടും ഒരമ്മയെപ്പോലെ ഉയർന്നപ്പോൾ നനഞ്ഞൊട്ടിയെ കുർത്ത ഒന്ന് വലിച്ചിട്ട് തിരിഞ്ഞു നടന്നു. കറുത്ത വട്ടക്കണ്ണടയ്ക്കുള്ളിലേക്ക് വെള്ളം തെറിച്ചു വീണിരുന്നു. അതെടുത്തൊരു തുണി കൊണ്ട് തുടച്ചു. നനഞ്ഞ മുഖത്തെടുത്തു വെച്ചു. മങ്ങിയ കാഴ്ചകൾ തെളിഞ്ഞു വന്നപ്പോൾ വേദ ഒരു തോർത്തുമുണ്ട് കൊണ്ടുവന്ന് രൂക്ഷമായി നോക്കുന്നുണ്ട്. ഇവിടുന്ന് വന്ന് പനി പിടിച്ച് കിടന്നാലേ മാധവേട്ടൻ ഓടി വരും ഇങ്ങോട്ട് കെട്ടിയോളെ കാണാൻ. അവളുടെ കിന്നാരം കേൾക്കെ ചിരിച്ചുപോയി. വർഷങ്ങൾക്കിപ്പുറമാണ് ചിരിക്കുന്നത്. ചിരിക്കാൻ മറന്നിരുന്നു, അല്ലെങ്കിൽ ഓർമ്മിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പവിയേട്ടൻ എപ്പോൾ വരുമടി? കണ്ണുകളുയർത്തി തല തുവർത്തി തരുന്നവളെ നോക്കി. ആവോ, തോന്നിയ നേരത്ത് വരും. അവൾ ആ ചോദ്യം ശ്രദ്ധിച്ചതേയില്ല എന്ന പോലെ അലസ്യമായി ഉത്തരം പറഞ്ഞു. അതെന്താ അങ്ങനെ? എൻ്റെ നെഞ്ചിടിപ്പേറി. അതങ്ങനെയാണ് പാറു. വേദ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവളുടെ വാക്കുകളുടെ പൊരുളറിയാതെ അവിടെ തന്നെ അങ്ങനെ നിന്നു പാറു.